Welcome to BSC Complementary Physics, Semester 4. This is the 7th lecture, Atomic Physics, LS coupling and JJ coupling. When you write LS coupling, you can write a capital S. And when you write JJ coupling, you can write small letters. That is the actual representation. And if you write all are capital letters, no harm. Some people write as capital JJ. Better writing is LS coupling, LS in capital and JJ in small letter. So we study the coupling schemes, LS coupling and JJ coupling in atomic physics, vector atom model. Continuation. And these two are important questions. What are LS coupling or what are JJ coupling or what are coupling schemes in atomic physics, in atom, that we are going to study. Before that, we have to understand what are the four quantum numbers or what is four quantum number state. Four quantum number state. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 7 ക്വാണ്ടം നമ്പറാണ് പഠിച്ചത് വെക്ടർ ആറ്റം മോഡൽ. എൻ, എൽ, എസ്, ജെ, എം എൽ, എം എസ്, എം ജെ, അങ്ങനെ 7 ക്വാണ്ടം നമ്പർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആറ്റത്തിൻ്റെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഘടന, അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ 7 ക്വാണ്ടം നമ്പറിൻ്റെ ആവശ്യമില്ല. അവയിൽ ഈ 7 ഒരു 4 ചേരുന്ന സെറ്റ് മതി. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ 7 ക്വാണ്ടം നമ്പർ ആവശ്യമില്ല. അത് 4 ഒരു സെറ്റ് മതി. ആ സെറ്റിനെ വിളിക്കുന്ന പേര് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതേതാണെന്ന് നോക്കാം. ക്വാണ്ടം സ്റ്റേറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം സബ്ജക്റ്റഡ് ടു എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ ദ ക്വാണ്ടം നമ്പേഴ്സ് എൻ, എൽ, എം എൽ ആൻഡ് എം എസ്. എം എല്ലും എം എസ് എഴുതുമ്പോൾ എൽ സഫിക്സ്, എസ് സഫിക്സ്. The atomic system represented by these 4 quantum numbers is called 4 quantum number system. Then N, L, M, L and MS are called 4 quantum numbers. അതായത് ഏതെങ്കിലും ആറ്റത്തിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അറ്റോമിക് സ്റ്റേറ്റ്. ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് സ്റ്റേറ്റ് എന്ന അർത്ഥം. ആറ്റത്തിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോണിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അറ്റോമിക് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ പറയുന്ന 4 ക്വാണ്ടം നമ്പർ മതി. എൻ, എൽ, എം എൽ ആൻഡ് എം എസ് സ്ട്രോങ് ഫീൽഡിലുള്ള ആറ്റമുകളിൽ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ആറ്റമുകളിൽ നമുക്ക് അറ്റോമിക് സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ട 4 ക്വാണ്ടം നമ്പറാണ് എൻ, എൽ, എം എൽ ആൻഡ് എം എസ്. ഇപ്പോൾ ജെ, എം, ജെ ഒന്നും വരുന്നില്ല ഇവിടെ, ഓർത്തു കൊള്ളാം. ദി അറ്റോമിക് സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദീസ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഈസ് കോൾഡ് 4 ക്വാണ്ടം നമ്പർ സിസ്റ്റം. ഈ 4 ക്വാണ്ടം നമ്പർ കൊണ്ട് ഒരു ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 4 ക്വാണ്ടം നമ്പർ സിസ്റ്റം. അന്നേരം ഈ 4 ക്വാണ്ടം നമ്പർ എൻ, എൽ, എം എൽ, എം എസ് ആർ കോൾഡ് ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. വാട്ട് ആർ 4 ക്വാണ്ടം നമ്പേഴ്സ് ചോദിച്ചാൽ ഇങ്ങനെ പറയാം. ഇനി ഇത് സ്ട്രോങ് ആറ്റത്തിലാണ്. ഇനി ആറ്റത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണെങ്കിൽ, അതായത് ഈ ഇനർട്ട് ഗ്യാസ് ആറ്റംസ്, ഹീലിയം, നിയോൺ പോലെയുള്ള, സെനോൺ പോലെയുള്ള ആറ്റമുകളിൽ വീക്ക് ഫീൽഡാണ്. അത്തരം കേസിൽ നമുക്ക് ഏതാണ് വേണ്ടത്? ഇഫ് ദ ഫീൽഡ് ഈസ് വീക്ക്, ദ സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ബൈ ദ ക്വാണ്ടം നമ്പേഴ്സ് എൻ, എൽ, ജെ ആൻഡ് എം ജെ. ദാറ്റ് ഈസ് ഓൾ ദി 7 ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് നീഡഡ് ടു സ്പെസിഫൈ ആൻ അറ്റോമിക് സിസ്റ്റം കംപ്ലീറ്റ്ലി. ഒരു ആറ്റോമിക് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാനായിട്ട്, സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 7 ക്വാണ്ടം നമ്പറും വേണ്ട. നേരത്തെ പറഞ്ഞ 4 മതി, അല്ലെങ്കിൽ ഈ പറയുന്ന 4 മതി. ഈ പറഞ്ഞ 4, അതായത് എൻ, എൽ, ജെ ആൻഡ് എം ജെ, അത് വീക്ക് ഫീൽഡ് ഉള്ള ആറ്റമിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെയുള്ള സെറ്റ് പറയുമ്പോഴും ഈ സെറ്റ് പറയുമ്പോഴും എസ് വരുന്നില്ല കേട്ടോ. എസ് രണ്ടിടത്തും വരുന്നില്ല. ഒന്നാമത്തത് എൻ, എൽ, എം എൽ ആൻഡ് എം എസ്. രണ്ടാമത്തത് എൻ, എൽ, ജെ ആൻഡ് എം ജെ. ഇവിടെ ജെ സഫിക്സ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇതിനെയാണ് ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഇനി കപ്ലിംഗ് സ്കീം പറയാം. കപ്ലിംഗ് സ്കീം എന്താണ്? കപ്ലിംഗ് സ്കീം എന്ന് പറയുന്നത്, ഇൻ എ കോംപ്ലക്സ് ആറ്റം there are many electrons. If the orbital quantum numbers of different electrons are L1, 1 സഫിക്സ് ആണ്, L1, L2, L3. അത് വായിക്കേണ്ട അങ്ങനെയാണ്, വരുന്നില്ല. L1 1 സഫിക്സ് ആണ്, L1, L2, L3, 1, 2, 3 സഫിക്സ് ആണ്. And spin quantum numbers are S1, S2, S3, 1, 2, 3 suffix. എല്ലാ സ്മോൾ ലെറ്റേഴ്സ്, L, S, O, K.
then the resultant of these vectors can be obtained in different ways. The method of combination depends upon coupling. Coupling means interaction between two individual vectors. There are two types of coupling, LS coupling and JJ coupling. അപ്പോൾ നമ്മൾ അറ്റോമിക് ഫിസിക്സിൽ ഒരു ആറ്റം സ്റ്റഡി ചെയ്യുമ്പോൾ, അറ്റോമിക് സ്റ്റേറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ എല്ലും എസും കമ്പൈൻ ചെയ്തിട്ട് ജെ കാണുന്ന ഒരു രീതിയുണ്ട്. ഈ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കാണുന്ന രീതിയുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കാണുക എന്ന് പറയുന്നത് ഈ അറ്റോമിക് സ്റ്റേറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ജെ കണ്ടുപിടിക്കണം. ജെ നമുക്കറിയാം L+S ആണ്. അപ്പോൾ ജെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ അറ്റോമിക് സ്റ്റഡിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് എല്ലും എസും കൂടിച്ചേർന്നിട്ടാണ് ഈ ജെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എല്ലും എസും കൂട്ടിച്ചേർക്കുന്നതിന് രണ്ട് വിദ്യയുണ്ട്. ഒന്ന് LS കപ്ലിംഗ് എന്ന് പറയും, മറ്റേ JJ കപ്ലിംഗ് എന്ന് പറയും. ആ LSും JJ എഴുതിക്കുന്ന നോക്കി, ആദ്യത്തെ LS ഞാൻ ക്യാപിറ്റൽ എഴുതിക്കുന്നത്, രണ്ടാമത്തെ JJ സ്മോൾ ലെറ്റർ എഴുതുന്നത്. ഇനി ആരെങ്കിലും ക്യാപിറ്റൽ JJ എഴുതിയാലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് കാണാറില്ല. ഇതാണ് ഒന്നാമത്തെ LS കപ്ലിംഗ്. ഇതിൻ്റെ പടം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. പരക്കെന്ന് പറഞ്ഞത് ആ ലെഫ്റ്റ് കാണുന്ന പടം വളരെ സിമ്പിളാണ്. നോക്കി, ഒരു ബോക്സിനകത്ത് ആദ്യം 3 ആരോ ഇട്ടിരിക്കുകയാണ്. ഇത് ഇലക്ട്രോണിൻ്റെ സ്പിന്നാണ് കാണിച്ചിരിക്കുന്നത്. സ്പിൻ ഓരോ ആരയും ഹാഫിനെ കാണിക്കും. അപ്പം 3 ആരോ 3 സ്പിന്നും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളും ഹാഫ് 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 കൂട്ടി താഴെ S 3/2 എന്ന് എഴുതും. ടോട്ടൽ S 3/2 എന്ന് എഴുതും. രണ്ടാമത്തെ പടത്തിൽ നടുക്ക് കാണുന്നതിൽ ഈ 2 ആരോ മേലോട്ടും 1 ആരോ കീഴ്പോട്ടുമാണ്. അപ്പോൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യും. പ്ലസും മൈനസും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് വരുന്നത് S ഹാഫിന് മാത്രം കിട്ടും. ഇനി അവസാനത്തെ പടത്തിൽ 2 ആരോയാണ്. ഒരു അപ്പൂടെ ആരോ, പിന്നെ മുകളിൽ നിന്ന് കീഴ്പോട്ടൊരു ആരോ. ആ ആരോ ശരിയാക്കിക്കൊള്ളണേ. ആ മൂന്നാമത്തെ കേസിൽ മേപ്പോട്ടൊരു ആരോ, കീഴ്പോട്ടൊരു ആരോ. അപ്പോൾ ഒരു ഹാഫ് മൈനസ് 2 ക്യാൻസൽ ചെയ്തിട്ട് S 0. അപ്പോൾ ആറ്റമുകളിൽ ഈ സ്പിൻ മോഷൻ, സ്പിൻ കോണ്ടന്റ് നമ്പർ ആഡ് ചെയ്യാം, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഒരേ ഡയറക്ഷനാണെങ്കിൽ, ഒരേ സ്പിൻ ഡയറക്ഷനാണെങ്കിൽ S ഇപ്പം 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 3/2 വരും ടോട്ടൽ സ്പിൻ. പിന്നെ 3 ഇലക്ട്രോൺ തന്നെ ഒരെണ്ണം ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് അത് 2 ക്യാൻസൽ ഇട്ട് ബാക്കി S 1/2 ആണ്. പിന്നെ ഈ 2 സ്പിന്നും ഓപ്പോസിറ്റ് ആണെങ്കിൽ റിസൾട്ടൻ്റ് സ്പിന്ന് S 0 ആയിട്ട് മാറും. ഇവിടെയാണ് നമ്മളതിൻ്റെ ഈ പടത്തിലാണ് ഈ വെക്റ്റേഴ്സ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. LS കപ്ലിങ്ങിൽ എന്താണ് ചെയ്യണമെന്ന് നോക്കുക. ഈ പടം ഒന്ന് വരയ്ക്കാനായിട്ട് നിങ്ങളൊന്ന് ഓർക്കണേ എങ്ങനെയാണ് വരയ്ക്കുന്നുള്ളത്. ഇതാ റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു പാരലഗ്രാണ്. ആ പാരലഗ്രം ശ്രദ്ധിക്കുക. ആ പാരലഗ്രത്തിൽ ഈ താഴെ കാണുന്ന വശം L2 എന്ന് കാണിക്കും. പിന്നെ ചെറിയ വശം മേപ്പോട്ട് ചരിഞ്ഞ് ചെറിയ വശം നമ്മൾ L1 എന്ന് കാണിക്കും. L1. ആ റൈറ്റ് സൈഡ് താഴെയുള്ള പാരലഗ്രത്തിൽ 2 അഡ്ജസൻസ് സൈഡ് എടുത്താൽ ഒരെണ്ണം L1, മറ്റേത് L2. അവ രണ്ടും കൂടി ചേർന്നിട്ട് പാരലഗ്രം ലോ ഓഫ് വെക്ടർ അഡീഷൻ. കാരണം 2 വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റെ ഡയഗണൽ കാണിക്കുമല്ലോ. ആ ഡയഗണലാണ് ക്യാപിറ്റൽ L കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 2 ഓർബിറ്റൽ വെക്ടേഴ്സ്. ഒരു അറ്റോമിക് സിസ്റ്റത്തിൽ, ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 2 ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ വെക്ടേഴ്സ്, ഓർബിറ്റൽ കോണ്ടന്റ് നമ്പേഴ്സ് അത് ആഡ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് കോണ്ടന്റ് നമ്പർ L കണ്ടിരിക്കുന്നതാണ് ആ പടത്തിൽ കാണുന്നത്. ഈ ക്യാപിറ്റലിൽ 2 മീനിങ് ഉണ്ട് കേട്ടോ. 2 മീനിങ്. ഒന്ന്, ഈ റിസൾട്ടൻ്റ് ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ ആകാം, അല്ലെങ്കിൽ അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ആംഗുലർ മൊമെൻറ്റും ആകാം. ആംഗുലർ മൊമെൻറ്റ് നമ്മൾ പറയുമല്ലോ, ക്യാപിറ്റൽ L ഓർ ക്യാപിറ്റൽ ML, അതായത് L × h/2π, അങ്ങനെയും പറയാം. ഇവിടെ നമ്മൾ നമ്പറായിട്ട് മാത്രം വിചാരിക്കുകയാണ്. അപ്പോൾ L1 L2 2 ഓർബിറ്റൽ കോണ്ടന്റ് നമ്പേഴ്സാണ്. അതൊരു പാരലഗ്രത്തിൻ്റെ 2 സൈഡുകൾ കാണിക്കും, 2 അഡ്ജസൻറ്റ് സൈഡുകൾ കാണിക്കും. ഇപ്പോൾ റിസൾട്ടൻ്റ് ആ ഡയൽ കാണിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് മറ്റൊരു പാരലഗ്രം ഉണ്ട് കേട്ടോ, മറ്റൊരു പാരലഗ്രം. അതിൻ്റെ 2 വശങ്ങൾ S1 S2 എന്ന് പറയുന്ന സ്പിന്നാണ് കാണിക്കുന്നത്. റിസൾട്ടൻ്റെ സ്പിന്നായിട്ട് ഡയൽ കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ പാരലഗ്രത്തിൽ ക്യാപിറ്റൽ L ഡയഗണൽ, രണ്ടാമത്തെ പാരലഗ്രത്തിൽ ക്യാപിറ്റൽ S ഡയഗണൽ. ഇവ രണ്ടും മറ്റൊരു പാരലഗ്രത്തിൽ 2 വശങ്ങളായിട്ട് വരും. അതാണ് മുകളിലോട്ട് വരച്ചിരിക്കുന്നത്. മറ്റു 2 പാരലഗ്രത്തിൽ ഡയഗണലായിട്ട് വരും. ആ ഡയഗണലല്ല, സൈഡായിട്ട് വരും. അപ്പോൾ അതിനൊരു ഡയഗണൽ ഉണ്ടല്ലോ, റിസൾട്ടൻ്റ് J, അതാണ് J എന്ന് പറയുന്നത്. അങ്ങനെ L1 L2 S1 S2 ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ
റിസൾട്ടൻ്റ് ജെ അവസാനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ റിസൾട്ടൻ്റ് ജെ കാണുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എൽഎസ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടണം ആദ്യമേ, സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടണം രണ്ടാമത്. ഇവ രണ്ടിലെ റിസൾട്ടൻ്റ് കൂട്ടിയെടുക്കുന്നതാണ് ഈ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ക്യാപിറ്റൽ ജെ. അതും ഒരു പാരലക്കലത്തിൻ്റെ ഡയഗണലാണ്, കാരണം വെക്ടർ അഡീഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഒരു ഡയഗണലാണ് കേട്ടോ. അതായത് 2 ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമേ പറഞ്ഞിരിക്കുന്നത്. ഒരു കോംപ്ലക്സ് ആറ്റം ആണെങ്കിൽ വളരെ എണ്ണം ഇലക്ട്രോൺസ് കാണും. അപ്പോൾ ഇത്തരം വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് വളരെ സിമ്പിളാണ്, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ. അതായത് ഒന്നാമത്തെ പാരലഗ്രം സൈഡുകൾ L1 L2, രണ്ടാമത്തെ പാരലഗ്രം സൈഡുകൾ S1 S2, അവ രണ്ടിൻ്റെ ഡയഗണൽ റിസൾട്ടൻ്റ് LS, LUS സൈഡായിട്ട് വരുന്ന മറ്റൊരു പാരലഗ്രം വരയ്ക്കണം. അതിൻ്റെ ഡയഗണലാണ് റിസൾട്ടൻ്റ് ജെ. ഇങ്ങനെ ചെയ്യുന്നതാണ് എൽഎസ് കപ്ലിംഗ്. അപ്പോൾ എൽഎസ് കപ്ലിങ്ങിൻ്റെ ഒരു നോട്ടാണ് താഴെ കൊടുക്കുന്നത്. ഇഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ individual spin vectors is strong and interaction between individual orbital vectors is strong, the LS coupling is used. അതായത് എസ് തമ്മിലുള്ള പ്രവർത്തനം സ്ട്രോങ് ആണ്, എൽ തമ്മിലുള്ള പ്രവർത്തനം സ്ട്രോങ് ആണ്. അത്തരം കേസിൽ നമ്മൾ എൽഎസ് കപ്ലിംഗ് എംപ്ലോയ് ചെയ്യും. ദിസ് ഈസ് ഓൾസോ കോൾഡ് നോർമൽ കപ്ലിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് നാച്ചുറൽ വൺ. ദ റിസൾട്ടന്റ് ഓഫ് ഓർബിറ്റൽ വെക്ടേഴ്സ് ഇസ് ഗിവൺ ബൈ L is equal L1 plus L2 plus L3 plus etc. അത് മെനി ഇലക്ട്രോൺ കേസാകട്ടോ. നമ്മുടെ പടത്തിൽ 2 ഇലക്ട്രോണെ പറഞ്ഞിട്ടുള്ളൂ. മെനി ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് മെനി ഇലക്ട്രോൺ ഫോർ മെനി ഇലക്ട്രോൺ ആറ്റം. ഫോർ എക്സാമ്പിൾ സോഡിയം. In sodium there are 11 electrons. So we have to write capital L is equal to L1 plus L2 plus L3 plus etc. up to L11. So plus etc. ഇവിടെ 1 2 3 സഫിക്സ് ആണെന്ന് ഓർത്തോളേ. സഫിക്സ് ആയിട്ട് എഴുതണം നോട്ടിനകത്ത്. ഇനി അടുത്തത് സ്പിൻ്റെ കാര്യം പറയാം. നമ്മൾ the resultant of the spin vectors is given by S vector, capital S vector is equal to small s1 plus s2 plus s3 plus etc. But 1 2 3 suffix ആണ്. Now L vector and S vector combine or give the resultant total angular momentum vector capital J. Capital J is L plus S. അങ്ങനെ J കണ്ടുപിടിച്ചു. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എം ജെക്ക് വരെ ജെ എന്ന് എഴുതാറുണ്ട് കേട്ടോ. എം ജെക്ക് വരെ ജെ എന്ന് എഴുതാറുണ്ട്. എം ജെ ഇസ് ഈക്വൽ ടു ജെ വെക്ടർ ഇൻറ്റു h/2π. അതായത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിനെ h/2π വിളിച്ചാൽ നമുക്ക് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എം ജെ ആണ്. കാരണം ഈ ജെ ഉപയോഗിക്കാമെങ്കിലും 2 ജെ ഒരുമിച്ച് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ജെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. എം ജെ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. ഇനി അടുത്തത് ജെ ജെ കപ്ലിംഗ് നോക്കൂ. അപ്പോൾ ജെ ജെ കപ്ലിങ്ങിൻ്റെ പടവും നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതും മുമ്പ് വരച്ച പോലെ തന്നെയാണ്, പക്ഷെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. നോക്കി, താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്. മുമ്പത്തെ അതേ പടം തന്നെ, പക്ഷേ ലെങ്തിനൊക്കെ അല്പം വ്യത്യാസമുണ്ട്. ഒരു സൈഡ് L1, മറ്റേ സൈഡ് S1 ആണ്. മുമ്പത്തിനകത്ത് L1 L2 ആയിരുന്നു കേട്ടോ. ഇവിടെ സൈഡ് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന പാരലഗ്രത്തിൽ ഒരു സൈഡ് L1 ആണ്, മറ്റേ സൈഡ് S1 ആണ്. അവ രണ്ടും കൂട്ടാലോ നമുക്ക്, എന്നിട്ട് J ഇവിടെ നിന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് പാരലഗ്രത്തിന് ഡയഗണൽ. അതേപോലെ സെക്കൻഡ് പാരലഗ്രം നോക്കി, മേപ്പോട്ട് നിൽക്കുന്ന പാരലഗ്രം ഒരു സൈഡ് L2 ആണ്, ഇങ്ങോട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള സൈഡ് S2 ആണ്. അവ രണ്ടും കൂടി J2 കിട്ടും. ഇനി J2ഉം J1ഉം സൈഡായിട്ട് വരുന്ന മറ്റൊരു പാരലഗ്രം വിചാരിക്കുക. നമ്മൾ J1ഉം J2ഉം സൈഡായിട്ട് വരുന്ന മറ്റൊരു പാരലഗ്രം വിചാരിക്കുക മുകളിലോട്ട്. അതിൻ്റെ ഡയഗ്രം ക്യാപിറ്റൽ J. അപ്പോൾ എന്താണ്, ആദ്യം L1 S1 കൂട്ടി J1 കാണും, L2 S2 കൂട്ടി J2 കാണും, പിന്നെ J1ഉം J2 ഒരുമിച്ച് കൂട്ടി J കാണും. അപ്പോൾ മറ്റേ വ്യത്യാസമാണല്ലോ. മറ്റേ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മറ്റേ L1 L2 L3 എങ്ങനെ കൂട്ടും, S1 S2 S3 കൂട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ L1 S1 കൂട്ടിയിട്ട് സ്മോൾ J1 കാണാം ആദ്യം, L2 S2 കൂട്ടിയിട്ട് J2 കാണാം. ഇത് 2 ഇലക്ട്രോണിൻ്റെ കേസ്. മിനി ഇലക്ട്രോൺ ആണെങ്കിൽ അതെല്ലാം കൂട്ടിയെടുക്കണം.
എന്നിട്ട് അവയുടെ റിസൾട്ടൻ്റ് വെക്ടർ അഡീഷൻ, പാലക്കിലെ വെക്ടർ അഡീഷൻ, അതാണ് റിസൾട്ടൻ്റ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കോർഡിനേറ്റ് നമ്പർ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കുക എന്താണെന്ന്. If the interaction between spin vector and orbital vector of each atom is stronger than the interaction between either spin vectors or orbital vectors of different electrons, then JJ coupling is used. JJ എന്നുള്ളത് ഇവിടെ ഞാൻ ക്യാപിറ്റലായിരിക്കുന്നത്, നിങ്ങൾ സ്മോൾ ലെറ്റർ ചെയ്യാലും മതി. സ്മോൾ JJ coupling is used. JJ coupling, ഇനി JJ ക്യാപിറ്റൽ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. JJ coupling is found in heavy atoms. In JJ coupling, the total angular momentum vector of each electron is separately found and then they are added together. അപ്പോൾ ഓരോ ഇലക്ട്രോണിൻ്റെയും ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വെക്റ്റർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് വേണം കൂട്ടാനായിട്ട്. ദാറ്റ് ഈസ് J1 ഈസ് L1 പ്ലസ് S1, L1 പ്ലസ് S1. J2 is L2 plus S2, J3 is L3 plus S3, and so on. The resultant of J1, J2, J3, etc. is given by capital J is equal to J1 plus J2 plus J3 plus etc. Then total angular momentum Mj is equal to J vector into H by 2 pi. That is all. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാണല്ലോ. So the question is explain LS coupling and JJ coupling. Important question. ഇനി നമ്മൾ പഠിക്കുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. നിങ്ങളത് തിയററ്റിക്കൽ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. എല്ലാ ക്ലാസ്സിലും ഉള്ള ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോഴൊക്കെ ഇത് വരും. അറ്റോമിക് ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ പോളീസ് പ്രിൻസിപ്പിൾ ഇല്ലാത്ത ഒരു കേസില്ല. അപ്പോൾ അതൊന്ന് കാണാതെ പഠിച്ചോളാം. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ പരീക്ഷയ്ക്കുള്ള ചോദ്യമാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. In other words, no two electrons in an atom can be identical as regards to their quantum numbers. ഒന്നിന് വായിക്കാം. The principle states that no two electrons in an atom can exist in the same quantum state. In other words, no two electrons in an atom can be identical as regards to their quantum numbers. അതായത് no two electrons in an atom can exist in the same quantum state. ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ രണ്ട് ഇലക്ട്രോണിന് ഒരുമിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ 4 ക്വാണ്ടം നമ്പരും, നമ്മൾ 4 ക്വാണ്ടം നമ്പറാണ് ആദ്യം പറഞ്ഞത്, 4 ക്വാണ്ടം നമ്പരും ഒരുപോലെ വരുന്ന 2 ഇലക്ട്രോൺ ഒരു ആറ്റത്തിലും കാണില്ല. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പറിന് വ്യത്യാസം ഉണ്ടായിരിക്കണം. NL, ML, MS എടുത്താൽ 2 ഇലക്ട്രോണിന് ഈ 4 വാല്യൂ ഒരുപോലെ വരത്തില്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വ്യത്യാസം ഉണ്ടാകും. In other words, no two electrons in an atom can be identical as regards to their quantum numbers എന്നാണ് അർത്ഥം. ഇനി എന്തുകൊണ്ട് ഇതിന് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു? എക്സ്ക്ലൂഷൻ മീൻസ് എക്സ്പൾഷൻ, ഒഴിവാക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. If two electrons have all the 4 quantum numbers the same, then one of them will be excluded from entering into the constitution of the atom. This principle is known as exclusion principle. Therefore, this principle is known as exclusion principle. Therefore, correct. If two electrons have all the 4 quantum numbers the same, then one of them will be excluded from entering into the constitution of the atom. Therefore, this principle is known as exclusion principle. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും 2 ഇലക്ട്രോണുകൾ 4 ക്വാണ്ടം നമ്പർ സെയിം ആയിട്ട് വരത്തില്ല. അഥവാ ഒരു ഓർബിറ്റിൽ അങ്ങനെ വന്നാൽ ഉടനെ വൺ ഓഫ് ദി ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോണിനെ ആ സ്റ്റേറ്റിൽ നിന്ന്, ആ ഓർബിറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും, എക്സ്പെൽ ചെയ്തിരിക്കും, നീക്കം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദി 4 quantum numbers?
അല്ലെങ്കിൽ വാട്ട് ഈസ് 4 കോഡ് നമ്പർ സ്റ്റേറ്റ് അങ്ങനെ ചോദിക്കുക. എസ് കപ്പിളിംഗ് പടം വരച്ചിരിക്കണം. വാട്ട് ജെ കപ്പിളിംഗ് അതിൻ്റെ പടം വരച്ച് കാണിക്കണം, നോട്ട് എഴുതണം. സ്റ്റേറ്റ് ആൻഡ് ഡിസ്പ്ലേയിങ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കപ്പിളിംഗ് ആ ജെ കപ്പിളിംഗ് അങ്ങനെ ചോദിച്ചാൽ രണ്ടും എഴുതണം കേട്ടോ. കപ്പിളിംഗ് എഴുതണം, ജെ കപ്പിളിംഗ് എഴുതണം. അല്ലെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കി കാണുമല്ലോ. കപ്പിളിങ്ങിൽ നമ്മൾ L1 L2 L3 കൂട്ടിയിട്ട് ക്യാപിറ്റൽ കാണും. S1 S2 S3 കൂട്ടിയിട്ട് ക്യാപിറ്റൽ എസ് കാണും. L+S കൂട്ടിയിട്ട് ജെ കാണും. ജെ കപ്പിളിങ്ങിൽ L1 S1 കൂട്ടി J1 കാണണം, L2 S2 കൂട്ടി J2 കാണണം, L3 S3 കൂട്ടി J3 കാണും. എന്നിട്ട് അവസാനം J1 J2 J3 J4 കൂട്ടി ക്യാപിറ്റൽ ജെ കാണണം. അതാണ് വ്യത്യാസം. അപ്പോൾ ഒന്നൊരു വായിച്ച് പഠിക്കുക. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.